ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ CUT-നെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ എഴുതി അടിപൊളിയായിട്ട് ഇരിക്കേക്കും. 27th ആയിരുന്നു എക്സാം, ലാസ്റ്റ് വെള്ളിയാഴ്ച. അപ്പോൾ എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി റിസൾട്ടൊക്കെ അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ആഫ്റ്റർ എക്സാം, അതായത് ഇനി ഈ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇനി നമുക്ക് NTL അവരെന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം. അവരാദ്യം റെസ്പോൺസ് ഷീറ്റാണ് ഇനി ഇടാൻ പോകുന്നത്. പിന്നെ ഒരു പ്രൊവിഷണൽ ഒരു ആൻസർ കീസ് ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ആൻസർ കീ ഇടും. പിന്നെ സ്കോർ കാർഡ് ഇടും. പിന്നെ റിസൾട്ട് ഡിക്ലറേഷൻ ഇടും. അപ്പോൾ ഈ റിസൾട്ട് ഡിക്ലറേഷൻ ആണ് നമുക്ക് മെയിനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന കാര്യം. സ്കോർ കാർഡ് വന്നാൽ പിന്നെ നമ്മൾ റിസൾട്ട് വന്നല്ലോ, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഡിക്ലറേഷൻ ആണ് വരാൻ പോകുന്നത്. ഈ റിസൾട്ട് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു 100 ആൾക്കാർ അപ്ലൈ ചെയ്തിരിക്കണമെങ്കിൽ അല്ല 50 ആൾക്കാർ എക്സാം എഴുതാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ എത്ര ആൾക്കാർ എക്സാം എഴുതി, എത്ര ആൾക്കാർ അപ്ലൈ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളെ മാർക്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ സ്കോർ കാർഡ് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ പ്രൊവിഷണൽ ആൻസർ കീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത്രയും അപ്ഡേഷൻസ് ആണ് ഇനി NTൻ്റെ കാര്യത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഫുൾ യൂണിവേഴ്സിറ്റിയാണ്, അതായത് റിസൾട്ട് വന്നതിന് ശേഷം. പിന്നെ മൊത്തം യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് എല്ലാ അപ്ഡേഷൻസും അറിയാൻ പറ്റുക. അപ്പോൾ ഈ എക്സാം എഴുതിയതിന് ശേഷം ഓക്കെ, നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞിപ്പോൾ ഇരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ വിചാരിച്ച് നിൽക്കണ്ട. നിങ്ങൾ എത്രത്തോളം ഇതുവരെ എഫേർട്ട് ഇട്ടോ അതിൻ്റെ സെയിം ലെവൽ എഫേർട്ട് ഇനി ഇടണം. വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചില ആൾക്കാർ ചിലപ്പോൾ എക്സാമിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏതൊക്കെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം, ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അവരെ ക്രാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കൊടുത്ത പോലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ ഒരു 3 എണ്ണം എഴുതി വെക്കുക. എത്ര അതിലൂടെ കൂടുതൽ എഴുതി വെക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളും, അതായത് നിങ്ങൾക്ക് ഒക്കെ റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല, ഐഡിയ വെച്ചിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അങ്ങനെയും കുറച്ച് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റി ആഗ്രഹിച്ച് എക്സാം എഴുതിയതാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എഴുതി വെക്കാം. നിങ്ങൾക്ക് ആഗ്രഹിച്ച് ഇവിടെ തന്നെ പഠിക്കണം, ഈ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ടാണ് നെക്സ്റ്റ് വരാനുള്ളത്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇനി റിസൾട്ട് വന്നതിന് ശേഷം ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, മൊത്തത്തിൽ എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, എവിടെയൊക്കെ കിട്ടൂല, നിങ്ങൾ ആഗ്രഹിച്ച, അതായത് ഇതുവരെ എഴുതി വെച്ച യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചതിൽ കിട്ടാത്തതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ഈ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ എന്താ പറയുക, യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഏതൊക്കെ യൂണിവേഴ്സിറ്റി വേണ്ടെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഹെൽപ്പ് ഡെസ്ക് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികൾ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണല്ലോ നിങ്ങൾ CUT-ക്ക് അപ്ലൈ ചെയ്തതും അതിന് വേണ്ടിയിട്ട് ഇത്ര പഠിച്ചതും എക്സാം എഴുതിയതും. അപ്പോൾ അത്ര തന്നെ ഒരു എഫേർട്ട് നിങ്ങളിപ്പോഴും ഇടണം. കാരണം ആഫ്റ്റർ റിസൾട്ട് അത് മെയിൻ പാർട്ടാണ്. കാരണം ബാക്കി എല്ലാ അപ്ഡേഷൻസും നിങ്ങൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റികളാണ് അറിയിക്കുക. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ അറിയണം എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്കറിയുന്ന രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, റിസൾട്ടിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നേരത്തെ എഴുതി വെച്ച യൂണിവേഴ്സിറ്റികൾ, നിങ്ങളിപ്പോൾ എഴുതി വെച്ച യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ മാർക്ക് വെച്ചിട്ട് ഇതിന് കിട്ടുമോ, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമോ, അവിടെ ഈ കോഴ്സിന് കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ സോർട്ട് ചെയ്ത് വെച്ചതിന് ഒന്നും കൂടി സോർട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് MBA ആണ്, നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികളിൽ MBA ആണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാർക്ക് അത്രയും എത്തിക്കാണൂല. പക്ഷെ അത്ര എത്തിക്കണമെങ്കിലും എന്താ പറയുക, നിങ്ങൾ കുറേ യൂണിവേഴ്സിറ്റി, അതൊരു 5 യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഓരോ കോഴ്സിന്, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. എല്ലാം ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കൂടിയും നമ്മൾ നോക്കണം. ഓക്കെ, കാരണം 500 രൂപയ്ക്ക് മിനിമെങ്കിലും വരുന്നുണ്ട്. ഒരു പ്രാവശ്യം രാജസ്ഥാനിൽ 1000 വന്നിരുന്നു. അപ്പോൾ എത്രയാണ് ഇപ്രാവശ്യം ഇടുന്നതെന്ന് അറിയാൻ പറ്റില്ല. എന്നാലും 500 എന്തായാലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ 500 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറവുള്ള പേയ്മെൻറ്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, തീരെ പേയ്മെൻറ്റ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു
എത്രത്തോളം നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു കൃത്യമായ ഐഡിയ ഉണ്ടായിരിക്കും. അതായത് ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റി കൊടുക്കാൻ കുറച്ച് കുറവാണെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ആ യൂണിവേഴ്സിറ്റി വേണം, എങ്ങാനും കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊടുത്തോ. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ എന്തായാലും കൊടുത്തോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടയർ 2 കിട്ടാനുള്ള മാർക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിലൊരു ടയർ 1 ഒരു യൂണിവേഴ്സിറ്റി എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ പിന്നെ ടയർ 2 ഒരു 4-5 പിന്നെ നിങ്ങളെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഓൾറെഡി പക്ക പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ എഴുതി വെച്ച യൂണിവേഴ്സിറ്റികളിലുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടുത്തെ എഡ്യൂക്കേഷൻ അവിടുത്തെ എല്ലാ അക്കാഡമിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കൊരു ഓക്കെ ഇത് ഞാൻ ഉറപ്പിക്കുന്നു, ഇത്രയും യൂണിവേഴ്സിറ്റി ഞാൻ ഉറപ്പിക്കുന്നു എന്നുള്ള രീതിക്ക് എത്താൻ പറ്റും. എനിക്ക് തോന്നണേ തമിഴ്നാട് യൂണിവേഴ്സിറ്റി പിന്നെ വേറെ ഏതൊരു തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിലും ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീലില്ലായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഹരിയാനയിലും ഇല്ലായിരുന്നു. അപ്പോൾ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും കൊടുത്തോളി, കാരണം അത് മിസ്സാക്കണ്ട, എന്തായാലും ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതെന്തായാലും മസ്റ്റായിട്ട് കൊടുത്തോളൂ. ഇത്രയും പേയ്മെൻറ്റ് ഉണ്ടോ, അപ്പോൾ ഇത്രയും ഫീസ് എങ്ങനെ ഓരോ കോഴ്സിന് അപ്ലൈ ചെയ്യും എന്നൊക്കെ ടെൻഷൻ അടിക്കണോലാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് അപ്ലിക്കേഷൻ ഫീസാണ് ഓരോ യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെ വരുന്നത് ഓരോ കോഴ്സിനും. അതിന് എനിക്ക് തോന്നുന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ 500 പേ ചെയ്യണം, അടുത്ത കോഴ്സ് കൊടുക്കണമെങ്കിൽ വേറെ ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ വേറെ കോഴ്സ് കൊടുക്കണമെങ്കിലും വേറെ പേ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പക്ക എന്താ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പക്ക അറിയാം. പിന്നെ ഇപ്പോഴേ അപ്ലിക്കേഷൻ ഫീസിൽ എത്ര ഫീ വരുള്ളൂ, 500 രൂപ കൊടുക്കേണ്ടി വരുള്ളൂ ഒരു യൂണിവേഴ്സിറ്റിയിൽ. കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഫീ കുറഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനും കൂടിയാണ് CUET എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, ടയർ 1, ടയർ 2, ടയർ 3, ഇതിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ക്രോമിൽ ഓപ്പൺ ചെയ്ത് ഇടുക, അതിൻ്റെ ടാബ് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു സ്വയം ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതിൻ്റെ ലിങ്ക് ഈ വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദിവസം 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോളൂ. അപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ അഡ്മിഷൻ കാര്യങ്ങൾ NTA ആയിട്ട് ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി യൂണിവേഴ്സിറ്റിയാണ് മൊത്തം അപ്ഡേഷൻസ് ഇടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ NTA ഒരു റോളില്ല, ഫുൾ യൂണിവേഴ്സിറ്റികളാണ് ഡീൽ ചെയ്യുക. അപ്പോൾ NTA ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ അപ്ഡേഷൻസ് ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്തിടുക, പിന്നെ വെബ്സൈറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ ചെയ്ത് വെച്ച യൂണിവേഴ്സിറ്റികളുടെ ഹെൽപ്പ് ഡെസ്ക് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഹെൽപ്പ് ഡെസ്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ ഒക്കെ മേ ബി എല്ലാവർക്കും വാട്സപ്പിൽ വന്നിട്ടുണ്ടാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ ഒരു 1-2 ഹെൽപ്പ് ഡെസ്ക് ഞാൻ അയച്ചുതരാം. ഒരു ഹെൽപ്പ് ഡെസ്കിൽ കിട്ടിയാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഹെൽപ്പ് ഡെസ്ക്, അതായത് മലയാളി കമ്മ്യൂണിറ്റീസ് നടത്തുന്ന ഹെൽപ്പ് ഡെസ്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ അന്വേഷിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സിലുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടാവും. അവിടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലുള്ള സ്റ്റുഡൻസ് ആ ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടാവാം. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചറിയാൻ പറ്റും എങ്ങനെയൊക്കെ ആ കോഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫീസ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനി ഓക്കെ ആഫ്റ്റർ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഇനി എൻ്റെ എക്സാം ഞാൻ എഴുതി അത്രയ്ക്ക് സെറ്റല്ലായിരുന്നു, എനിക്ക് തോന്നില്ല നല്ല മാർക്ക് ഇട്ട് ടെൻഷനാണെന്നുള്ള ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും യൂണിവേഴ്സിറ്റികളുണ്ട്, അതിൽ എല്ലാത്തിലും എല്ലാവരും അഡ്മിഷൻ എടുക്കണം എന്നില്ല. ഇനിയിപ്പോൾ ഒരു 1000 കുട്ടികൾ എഴുതി കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിലൊരു 800 പേരോ 500 പേരൊക്കെ എടുക്കാനൊക്കെ ചാൻസ് ഉണ്ടാവുള്ളൂ. കാരണം പക്ഷേ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേന് മുന്നത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പിന്നെയും കൂടി വരുന്നുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. അപ്പം നമുക്ക് അവിടെയൊക്കെ നമ്മുടെ ഒരു ഹോപ്പ് വർദ്ധിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്ക്
ചെക്ക് ചെയ്യുക, എടുക്കുക, അവിടുത്തെ സ്റ്റുഡൻസായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് അത്രയും ആ യൂണിവേഴ്സിറ്റി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം തീരെ മാർക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ ടയർ 3 അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്തായാലും പഠിച്ചേ തീരൂ എന്നുള്ളതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അത് വലിയ ടോപ്പ് ലെവലുള്ള യൂണിവേഴ്സിറ്റി ആവണമെന്നില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടയർ 3 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതെന്തായാലും നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ അഡ്മിഷൻ ചില സ്ഥലത്ത് നീണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്രയും ടൈം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത്രയും ടൈം വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും അഡ്മിഷൻ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പക്ക എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഈ സെയിം എഫേർട്ട് അപ്പോഴും നമ്മൾ ഇടണം. കാരണം അപ്പോൾ നമുക്ക് മാർക്കുണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്, നല്ല യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാൻ വന്നാൽ അത് നമുക്ക് മിസ്സാവും. അങ്ങനെ ഒരു സാധനമുണ്ട്. കാരണം വേറെ സ്റ്റുഡൻസ് ഇതായോണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അവിടെ വേറെ സ്റ്റുഡൻസിന് പോകും. അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെയിൽ ചെക്ക് ചെയ്യുക. പിന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഈ ലിസ്റ്റ് ഇടും, ഫസ്റ്റ് ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും. ഈ മെറിറ്റ് ലിസ്റ്റിൽ ഈ ടോട്ടൽ അതൊരു ബേസ് ആയിട്ടുള്ളൊരു ഡെമോ പോലെ ഇടുന്നതായിരിക്കും. അതിൽ എത്ര ആൾക്കാർ അവിടെ അപ്ലൈ ചെയ്തു ആ കോഴ്സിന്, ആ ഫുൾ ആൾക്കാരെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ എത്ര സ്ഥാനത്താണ് നിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 100 ആൾക്കാർ അവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ 50ാം സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചിലപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഞാൻ വരുന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഈ ഒരു മെറിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ ഇത്രയും ഇതിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ഇടാൻ ചാൻസ് ഇടുമ്പോൾ എൻ്റെ പേര് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, പിന്നെ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവാം. ഈ 3 ലിസ്റ്റ് എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും മിനിമം ഉണ്ടാവും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടും 4, 5 എത്രത്തോളം സീറ്റ് ഫില്ലാവണോ അത്രത്തോളം ലിസ്റ്റ് ഇടുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഫസ്റ്റ് ലിസ്റ്റിൽ ഇനിയിപ്പോൾ ഓക്കെ നിങ്ങൾ ഈ ഡെമോ ലിസ്റ്റിൽ 50ാമത് വന്നു, അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ 30 ആൾക്കാരെടുത്തു എന്ന് വിചാരിച്ചേക്കാം. ആ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ലിസ്റ്റ് പിന്നെ പബ്ലിഷ് ചെയ്തു, അതിൽ 30 ആൾക്കാർ അവർ എടുത്തിരിക്കുന്നു, അവർക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു സാധനം അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇനി അടുത്ത 20ൽ നിങ്ങൾ പെടുന്നുണ്ട്. അപ്പോൾ ഈ 30 ആൾക്കാരിൽ ചിലപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ 10 ആൾക്കാരായിരിക്കാം. കാരണം ഈ എല്ലാ സ്റ്റുഡൻസും വേറെ യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവരാഗ്രഹിക്കുന്ന ഈ കിട്ടിയ ആൾക്കാർ ആഗ്രഹിക്കുന്ന അതിലും ടോപ്പ് അല്ലെങ്കിൽ അതിലും വേറെ ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിരിക്കാം, വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആയിരിക്കാം. അപ്പോൾ അതാ ചൂസ് ചെയ്യുള്ളൂ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ 30 ആൾക്കാരിൽ 10 ആൾക്കാർ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെയും നിങ്ങളുടെ ചാൻസ് നല്ല ഹൈ ആയിട്ട് നിങ്ങൾ ഏറ്റവും മുകളിലെത്തും. അപ്പോൾ സെക്കൻഡ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയും ഏറ്റവും എന്താ പറയുക അഡ്മിഷൻ കിട്ടാൻ യോഗ്യനായിട്ട് മാറും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരു 100 ആൾക്കാരിൽ ഇപ്പോൾ ആ ഡെമോ ലിസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഇട്ടതിൽ 100 ആൾക്കാരിൽ നിങ്ങളൊരു 90ാമത്തെ സ്ഥാനമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഓക്കെ നിങ്ങൾ വിചാരിക്കും 30 ആൾക്കാർ എടുത്തിട്ടുള്ളൂ ഫസ്റ്റ് അലോട്ട്മെന്റ്, അപ്പം എന്തായാലും എനിക്കൊന്നും ഇനി കിട്ടാൻ പോണില്ല എന്നുള്ള അങ്ങനെ വിചാരിച്ച് നിൽക്കേണ്ട. ഈ 30 ആൾക്കാർ അതിൽ അഡ്മിഷൻ എടുക്കാനുള്ള നിർബന്ധമില്ല. അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ആ ഫസ്റ്റ് അലോട്ട്മെന്റ് എടുക്കുള്ളൂ. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരു ടൈമിലേക്കാറ് ഇങ്ങനെ അലോട്ട്മെന്റ് സാധനങ്ങൾ ഇടുക. പക്ഷെ ഡേറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലത് നേരത്തെ കഴിയും, ചിലത് ലേറ്റ് ആയിട്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. സെക്കൻഡ് ലിസ്റ്റ് ഇടുമ്പോഴും നിങ്ങൾ വിചാരിക്കണം ഓക്കെ എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് ബാക്ക് നിൽക്കരുത്. കാരണം ചിലപ്പോൾ സെക്കൻഡ് ലിസ്റ്റ് ഇടുമ്പോൾ ഇതിൽ ഈ 10 ആൾക്കാർ കയറി കഴിഞ്ഞിട്ട് ബാക്കി ഒരു പിന്നെ 30 ആൾക്കാരെ പിന്നെ എടുത്ത് കഴിയാണ്. അപ്പം സെക്കൻഡ് ലിസ്റ്റിലും ചിലപ്പോൾ ആ 30 ആൾക്കാർ അഡ്മിഷൻ എടുക്കണം എന്നില്ല. അപ്പോൾ തേർഡ് ലിസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കരുതിയിട്ട് ഓക്കെ എനിക്ക് കിട്ടാനൊന്നും പോകില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. ഇനിയിപ്പോൾ ചില ആൾക്കാർ ഞാൻ എൻ്റെ ടൈമിലൊക്കെ എഴുതിയ എല്ലാ ആൾക്കാരും, എൻ്റെ കൂടെ എഴുതിയ എല്ലാ ആൾക്കാരും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടൊന്നുമില്ല. ചില ആൾക്കാർ വേറെ കോഴ്സ് നോക്കി പോയിട്ടുണ്ട്, ചില ആൾക്കാർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെ പോകും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഹോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ബി പേഷ്യൻറ്റ്.
ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. എഫേർട്ട് ഇട്ടാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും, നല്ല മാർക്ക് ഉണ്ടായിരുന്നെങ്കിലും. അപ്പം ഇത്രയും അലോട്ട്മെന്റ് ഇട്ട് കഴിഞ്ഞിട്ടും ഇനിയും സീറ്റ് ഫില്ലാത്ത ടയർ 3 സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലൊക്കെ വരെ ടയർ 3 വരുന്ന യൂണിവേഴ്സിറ്റികൾ അലോട്ട്മെന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെ വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം എനിക്ക് കിട്ടണില്ല എന്ന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഈ വർഷം എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്യുക, നിങ്ങളെ പേര് വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനി ടോപ്പ് ലെവലിൽ, ഓക്കെ എനിക്ക് മാർക്ക് കുറവാണ് പക്ഷെ എനിക്ക് ടോപ്പ് ലെവലിൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനും ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് കുറച്ച് കുറവാണ്. നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കൺസിഡർ ചെയ്തിട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള യൂണിവേഴ്സിറ്റികൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്യാതെ നിന്നിട്ട് മിസ്സാവണ്ട. പിന്നെ ഈ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കാണ്, പക്ഷെ നിങ്ങൾക്ക് ആ മാർക്ക് വെച്ചിട്ട് ചിലപ്പോൾ കിട്ടിക്കോണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ നോക്കാവുന്നതാണ്. ചിലപ്പോൾ അവർ സീറ്റ് ഫില്ലായിട്ടില്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഇടും. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നോക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ ഒരു കാര്യത്തിലുണ്ട്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവർ മെയിൽ ചെയ്യുക. മെയിൽ ചെയ്തിട്ട് ഇവിടെ സീറ്റ് ഒഴിവുണ്ട്, അപ്പം മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ലിസ്റ്റിൽ വന്ന ആൾക്കാർക്കൊക്കെ മെയിൽ പോകും. അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്തണം. സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ ഒരു ടൈം അവർ തരും. ചിലപ്പം രാവിലെ ടു വൈകുന്നേരം വരെ ടൈം തരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തണം. എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് മിസ്സാവും. അതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അല്ലേ വരിക. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അവിടെ എത്താൻ പറയുമ്പോൾ അതും കുറച്ച് റിസ്ക് ആയിരിക്കാറും. പക്ഷേ വേറെ എന്തെങ്കിലും വഴി വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിക്ക് ഫ്ലൈറ്റിനൊക്കെ പോകാൻ പറ്റുന്ന പോലെ ആണെങ്കിൽ അങ്ങനെയും നോക്കാവുന്നതാണ്. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് അഡ്മിഷനും ട്രൈ ചെയ്യാം. സ്പോട്ട് അഡ്മിഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു 5 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് മാർക്കായിരിക്കും അവർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അന്വേഷിച്ച് അവരെ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് അവിടെ എത്തിയിട്ട് ചില അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിൽ ചിലപ്പം ഒരു ഭാഗ്യം ലക്കൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ട്രൈ ചെയ്യാന്നിട്ട് നമ്മുടെ ലക്ക് നഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഓക്കെ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമും എഴുതിയിട്ടില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കണവർക്കാണെങ്കിൽ നോൺ CUT അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അതധികം ടയർ 3 യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ബാക്കി യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഇടുണ്ടോയെന്ന് അറിയില്ല. അവർ എത്ര അലോട്ട്മെൻറ്റ് വിളിച്ചിട്ട് അവർ സീറ്റ് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരു നോൺ CUT ഓപ്ഷൻ ഇടും. നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. അപ്പം നോൺ CUT ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട്, ഓക്കെ ഡിഗ്രി മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഡിഗ്രി മാർക്കിൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നോൺ CUT നോക്കുക. നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ എക്സാം എഴുതിയില്ല, ഇനി ഓക്കെ എക്സാം എഴുതിയിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും CUT എഴുതിയിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോൺ CUT ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോൺ CUT ആണ് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഓക്കെ ഈ വർഷം പഠിച്ച് എഫേർട്ട് ഇടുന്ന ആൾക്കാർക്ക് നോൺ CUT നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ എക്സാം കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിൽ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെബ്സൈറ്റുകൾ നിങ്ങളൊരു സ്ഥലത്ത് സെറ്റാക്കി വെക്കുക, വെബ്സൈറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഹെൽപ്പ് ഡെസ്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഹെൽപ്പ് ഡെസ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിലുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ വഴി നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. അപ്പോൾ ഏതൊക്കെ വഴി ഹെൽപ്പ് കിട്ടുമോ അതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞത് ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റി കിട്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കും, അത് പക്കാണ്. അപ്ഡേറ്റ് ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ പണിവാളോ. അപ്പം അത്രയും എഫേർട്ട് ഇട്ടതൊക്കെ വെറുതാവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല യൂണിവേഴ്സിറ്റി കിട്ടട്ടെ. എല്ലാവരും നല്ല എന്താ പറയുക, നല്ല യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റട്ടെ, നല്ല എക്സ്പോഷർ കിട്ടട്ടെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.